ഗൈസ് ഇന്ന് ചെറിയൊരു ഔട്ടിങ്ങാണ്. ഞങ്ങളെല്ലാവരും കൂടെ ലൂണ പാർക്കിൽ പോവാണ് കേട്ടോ. ഇവിടെ പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് 1-2 മാസമായി. ഞങ്ങൾക്കിപ്പോഴാണ് സമയം കിട്ടിയത്. എല്ലാവർക്കും ഓഫ് ഒത്തു വന്നത് ഇന്ന് സാറ്റർഡേയിലാണ്. ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരപ്പച്ചനെയും ഒരമ്മച്ചനെയും ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിന് അവർ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. വർത്തമാനം പറഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് മിസ്സായി. 1-2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങിയത്. അവിടെ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പം ഒരു 15-20 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ടൈമിൽ ബസ്സില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ടൈം 8:30 മണി ആയിട്ടുണ്ട്. രാത്രിയാണ് 8:30 മണി. ഇപ്പോൾ ടൈം മാറിയത് കൊണ്ട് ചേഞ്ചായി. പിന്നെ അതുമല്ല സമ്മർ തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് രാത്രി ആവുള്ളൂ. അതുകൊണ്ട് ഇപ്പം നമുക്ക് നൈറ്റൊക്കെ യാത്ര ചെയ്യാനായിട്ട് സുഖമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സൈഡിൽ കൂടെ നടക്കാൻ, ഈ പൂക്കളും. പിന്നെ ഞങ്ങൾ നടന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ലൂണ പാർക്ക് കണ്ടെത്തി. പക്ഷെ ഞങ്ങൾക്ക് ഒരു തരത്തിലും അവിടെ എത്താൻ പറ്റിയില്ല. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. 15 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ കുറച്ചധികം നടന്നു. പിന്നെ എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് ഒരു സുഖമായിരുന്നു കേട്ടോ. ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടക്കാനായിട്ട്. നല്ല ലൈറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അത് കണ്ടപ്പോൾ. എങ്ങനെയെങ്കിലും ഉള്ളിലെത്താനായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർക്കിനുള്ളിൽ എത്തിയിട്ടുണ്ടേ. ഇത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി കേട്ടോ. കുറേ റൈഡുകൾ, കുട്ടികൾ, അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നോക്കി, റൈഡുകളൊക്കെ നോക്കി വെച്ചു. ഏതിലൊക്കെയാണ് കയറണ്ടേ, ഇത് കുറച്ച് നേരം പ്ലാനിങ് ഒക്കെ ആയിരുന്നു. കുറച്ച് പേർക്ക് പേടിയുണ്ട്. പക്ഷേ എനിക്ക് പേടിയുണ്ടെങ്കിലും കയറാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം കയറിയത്, എന്താ പറയുക, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരെണ്ണത്തിനകത്താണ് കയറിയത് കേട്ടോ. ഇത് ഞങ്ങൾ രണ്ടാമത് കയറിയ റൈഡാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറ് പോലത്തെ റൈഡാണ്. മ്യൂസിക് എക്സ്പ്രസ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അങ്ങനെ അതിൽ കയറി നല്ല ഒരു 10 മിനിറ്റ് ഇതിനകത്ത് നല്ല സ്പീഡിലാണ് കേട്ടോ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്ലോ ആയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ശരിക്കും 3 റൈഡിൽ കയറിയായിരുന്നു. എല്ലാത്തിനും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. കാരണം നല്ല സ്പീഡ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫോൺ സേഫാക്കി വെക്കണം. അതുകൊണ്ട് ഫോൺ ഫ്രണ്ട്സിൻ്റെ കൊടുത്തിട്ടാണ് കയറിയത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ ടൈം. തിരിച്ചു പോരാൻ തോന്നിയതേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ റൈഡിലും കയറാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം ഒന്നിൽ കയറി ഇറങ്ങുമ്പോഴത്തേക്കും അടുത്തതിൽ കയറാനായിട്ട് എനിക്ക് ത്രില്ല് കൂടുമായിരുന്നു. ഒരു റൈഡിൽ കയറാനായിട്ട് 5 യൂറോ വെച്ചിട്ടാണ് കേട്ടോ ആയത്. അങ്ങനെ ഞങ്ങൾ 3 റൈഡുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇനിയും റൈഡുകളിൽ കയറാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയം ഉണ്ടായില്ല. അതുമല്ല, എന്താ പറയുക, ബാക്കിയുള്ള റൈഡുകൾ അത്യാവശ്യം ഡേഞ്ചറല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും. തല കുത്തനെ നിൽക്കുന്ന റൈഡുകൾ. അങ്ങനെ എനിക്ക് കുറച്ച് അത് കണ്ടപ്പോൾ പേടിയായതുകൊണ്ട് പിന്നെ കയറിയില്ല. പിന്നെ ടൈമും ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെയും കയറാഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ബസ്സില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ബോൾട്ട് ബുക്ക് ചെയ്തിട്ടാണ് പോണത്. ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പള്ളിയിൽ പെരുന്നാളുണ്ട്. അപ്പോൾ 12 മണിയാകുമ്പം ഫയർ വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് നടക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇത്. ഗൈസ്, ഞങ്ങൾക്ക് അബദ്ധം പറ്റി. ഇന്നല്ലായിരുന്നു ഫയർ വർക്ക്. ഞങ്ങൾ രാത്രി 12 മണിക്ക് റോഡിൽ കൂടെ നടക്കുകയാണ് ഫയർ വർക്ക് കാണാനായിട്ട്. പക്ഷെ ഉണ്ടായില്ല. നാളെയാണ്, അതായത് സൺഡേ. ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഇന്നായിരിക്കും എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.